ആരാ ഓനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹായ്, ഞാനിപ്പോൾ ഒരാളെ വെയിറ്റ് ആക്കുന്നുണ്ടാവുക. ആരെന്ന് വെച്ചെങ്കിൽ എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരാൾ. അപ്പോൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ ഇപ്പോൾ ടാക്സിയിൽ വരുന്നുണ്ട്. അപ്പോൾ ജേബിച്ച കൂട്ടാൻ വേണ്ടിയിട്ട് പോകാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴത്തേക്ക് ജേബിച്ച കുളിക്കാൻ പോയതുകൊണ്ട് ആൾ പുറത്തേക്ക് എത്തി. അപ്പോൾ പിന്നെ ടാക്സിയിലാണ് പുറത്ത് വരുന്നില്ല. ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പുട്ട്, പിന്നെ ഗ്രീൻ പീസ് കറി, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ സമയം 12 മണിയാവാനായി ഉച്ചയ്ക്ക്. അപ്പോൾ പിന്നെ ഇപ്പോൾ വന്നിട്ട് ഫുഡെല്ലാം ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെന്നുള്ളത് ഞാൻ പയ്യെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടി ഇന്നുണ്ടാവുക. എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു സർപ്രൈസ്. അതൊരു ജേബിച്ചാക്ക് സത്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഓർമ്മയില്ല അതെന്ത് സർപ്രൈസ് എന്ന്. എന്താണെന്ന് വെച്ചെങ്കിൽ നാളെ 12-ാം തീയതി എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, 4ാമത്തെ. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി നല്ല അടിപൊളി സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ആളും കൂടി ദുബായിലേക്ക് എത്തി. അപ്പോൾ പിന്നെ നമുക്ക് നല്ലോണം സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു പ്ലാൻ കൂടി. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി എന്തായാലും പിന്നെ കാണാം. അപ്പോൾ ഇതാ നമുക്ക് നാട്ടിൽ നിന്ന് സാധനമെല്ലാം കിട്ടി. പിന്നെ ബീഫ് കറി ഉണ്ടാവാം, പൊരിയുണ്ട. ഞാനില്ലേ അപ്പോൾ ഇന്ന് രാത്രി ഇടുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് കുറച്ച് ഫിറ്റാക്കാണ്ട്, കൈ ഓക്കെയാണ് പക്ഷെ ബോഡി ഫിറ്റാക്കാണ്ട്. പിന്നെ പാൻറ് എനിക്ക് വലിയൊരു ഇഷ്ടമായിട്ടാണ്. അതായത് ഒരു മീത്തൊക്കെ കയറുന്ന പോലെ ഉണ്ട് പാൻറ്, മനസ്സിലായോ? ഇത് സംഭവം മിന്ത്രാന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതിൻ്റെ ഷോൾ നല്ല അടിപൊളിയാണ്. എൻ്റെ കളറും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇല്ല, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഭയങ്കര എന്തോ ഒരു തെയ്യത്തിൻ്റെ പോലത്തെ ആ ഒരു ഡ്രസ്സില്ല, ആ ഒരു റെഡ് കളറാണിത്. കണ്ടോ, കുറച്ച് ഫിറ്റാക്കാണ്ട്, പ്രശ്നമില്ല. ഞാൻ ഷോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഷോള്. കണ്ടില്ലേ ഇപ്പോൾ റെഡ് കളർ, ഇങ്ങനത്തെ റെഡ് ഇത് കണ്ടോ എന്താണ്. അപ്പോൾ എനിക്ക് പാൻറ്റ് നിങ്ങൾ നോക്കിയതാ ഒരു മീത്തൊക്കെ കയറുന്ന പോലെ കണ്ടോ, അത് കണ്ടോ. അപ്പോൾ അതാണ് സംഭവം. ഇത് ഞാൻ വാങ്ങിച്ചത് മിന്ത്രാന്ന്. മിന്ത്രയിൽ കാണുമ്പോൾ ഭയങ്കരത്തിലുണ്ടെങ്കിൽ, പക്ഷേ ഇത് പാൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡ്രസ്സ്. പിന്നെ ഞാൻ ജേബിച്ചാക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ റാപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവുക. അത് എൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന വൈഫ് ഇവിടെ ദുബായിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അത് കൊണ്ടുവരും, അതായത് കരീമിലാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എത്തിയതിന് ശേഷം ഇൻഷാല്ലാ ഫോട്ടോസെല്ലാം അപ്ലോഡ് ആക്കും. അപ്പോൾ ഞാൻ ഒരു പേജ് ഞാനിതിൽ മെൻഷൻ ആക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കണം, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സാക്കിയിട്ടായി. ഇപ്പോൾ ടൈമായിട്ടപ്പോൾ 7:30 ആയത്ര. ഓക്കെ, 10:30ക്കാണ് എത്തേണ്ടത്. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം ആക്കിയിട്ടായി. മേക്കപ്പ് ഓൾസോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ മേക്കപ്പ് ഇട്ട പോലെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ലിപ്സ്റ്റിക്ക് കുറച്ച് റെഡിഷ് ആക്കണമെന്നല്ലേ, എന്നാലും ഓക്കെ ആവും. അപ്പോൾ ഇതാണ് ഇത്ര ഡ്രസ്സ്. ഓക്കെ ആണോ? ഞാനങ്ങനെ ഫുള്ളായിട്ട് ഓക്കെ അല്ല, കാരണം എന്താണെന്ന് അറിയില്ല, എവിടെയോ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നില്ല. ഷേപ്പാക്കാനുള്ളതുകൊണ്ടായിരിക്കും. സാരമില്ല, രാത്രിയല്ലേ. പിന്നെ ഞാനിതാ മറ്റേ ഒപ്പന കളിക്കുന്ന പോലെ ഉണ്ടാവും ഇതെല്ലാം കാണുമ്പോൾ. സൗണ്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഈ കാണുന്ന സംഭവം എന്താ വെച്ചെങ്കിൽ ഞാൻ ജേബിച്ചാക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആവുക. ഇത് എൻ്റെ ഫ്രണ്ട് ചെയ്യുവിൻ്റെ വൈഫ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ നമ്മളെ പേജിൻ്റെ അടിയിൽ ഞാൻ എന്തായാലും മെൻഷൻ ആക്കുന്നുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ജേബിച്ചാക്ക് സത്യം പറഞ്ഞെങ്കിൽ അത്രയ്ക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതാവുക. അത് ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സത്യം പറഞ്ഞെങ്കില്ല, ഞാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു റാപ്പിങ്ങിലായിട്ട് കിട്ടുമെന്ന്. ഞാൻ വിചാരിച്ച സംഭവം പേപ്പറിലെല്ലാം റാപ്പ് ചെയ്യുന്നു, പക്ഷേ ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ്, ആ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ഇത് നാട്ടിൽ നിന്ന് വന്നിട്ടേ അത് എൻ്റെ ഉപ്പാണ് കേട്ടോ. ഉപ്പാക്ക് 2 days ഇവിടെ വോളിബോൾ കളി ഉണ്ടോണ്ടാണ് ഉപ്പ പെട്ടെന്ന് വന്നത് ഒരാഴ്ചത്തേക്ക്. കഴിയാനാണെങ്കിൽ ഉപ്പ വന്നതിൻ്റെ ശേഷം ഉറങ്ങിയിട്ട് പോലുമില്ല, ഫുള്ള് കളി തന്നെ. ഹായ്, നമ്മളിപ്പോൾ ഇല്ലേ ഫിഷ് മാർക്കറ്റ് കറങ്ങാൻ എത്തിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചെങ്കിലേ ഉപ്പ റീചാർജ് ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നാട്ടിലേക്ക് കോളെല്ലാം കാണണ്ടാവും ഉപ്പാക്ക്, അതുകൊണ്ട് റീചാർജ് ആക്കാൻ വന്നിട്ടുള്ളതാവാ. ഇത് ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും രാത്രിയല്ലേ. അപ്പോൾ കയ്യാനിന്ന് ഉറങ്ങിയിട്ടേയില്ല ഉപ്പ വന്നതിൻ്റെ കുറച്ച്, അതുകൊണ്ട് ഇങ്ങനെ കരുന്ന. അപ്പോൾ ഈ ആഷിക്ക് ഇപ്പോൾ ഇല്ലേ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത് 10:30 ആകുമ്പോഴത്തേക്കാവുക. ദുബായ് ഫ്രെയിമിൻ്റെ താഴെയാണ് നമ്മൾ ജേബിച്ചാക്ക് സർപ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ആഷിക്ക് ഇപ്പോൾ ഇവിടുന്ന് 10:30 ആവാനാകുമ്പോഴത്തേക്ക് ഫിഷ് മാർക്കറ്റിൽ നിന്ന് നമ്മളെ
കരാമ സോറി ഈ ഫ്രെയിമിലേക്ക് അടുത്ത് തന്നെയല്ല. അപ്പോൾ ഓന ജസ്റ്റ് ഒരു ഓവർ ബ്രിഡ്ജ് ക്രോസ് ആക്കി താഴേക്ക് എത്തിയല്ല. അപ്പോൾ ഉപ്പ ഇപ്പോൾ റീചാർജ് ആക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 2 മിനിറ്റ് മല്ലി സ്ലോ ആക്കുന്നില്ല അവൻ. അപ്പോൾ 10:30 ആവില്ല, ഇപ്പോൾ 10:19. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ ഡ്രസ്സാക്കിന്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പ്ലാനാക്കി ടൈമില്ല, അത് കറക്റ്റ് ടൈമായിനാവ 10:30 തന്നെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ജേവിച്ചാണ് അവ കിട്ടി. അപ്പോൾ ജേവിച്ചാണോടി അങ്ങ് എന്താ പറഞ്ഞത്, ഉപ്പാൻ്റെ ഫ്രണ്ട് മലേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ദുബായ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദുബായ് ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജേവിച്ചാണ് വിളിച്ചിട്ട് കൊണ്ടുവന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് 10:30 ജേവിച്ച് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നേനെ. ഇത് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, കാരണം ഇപ്പോൾ രാത്രിയായില്ലേ. ഞാൻ ഫ്രണ്ട് ക്യാമറയിലൊക്കെ വീഡിയോ എടുക്കുന്നില്ല. ജേവിച്ച് വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് ആളെ ഞങ്ങൾ ദുബായ് ഫ്രെയിമിൻ്റെ പുറത്ത് എത്തിച്ചിട്ടുണ്ടാവുക. ഇനി നമ്മൾ സർപ്രൈസിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ജേബിച്ചാക്കി ഇത് എന്ത് സംഭവം, വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് സർപ്രൈസ് കാണാം. എന്ത് കഥയാണ് അറിഞ്ഞിട്ടാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. To the city streets we began to feel the fire. We rise like tall buildings as the chemicals they take us higher. അപ്പോൾ ഇതുപോലെ നിങ്ങളെ അതായത് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രാൻഡായിട്ട് സർപ്രൈസ് ആക്കണമെന്നുണ്ടെങ്കിൽ F&M ഫ്ലവേഴ്സിനെ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ ഓരെല്ലാം നമുക്ക് റെഡിയാക്കി തരും. ഫ്ലവർ ആയാലും ബലൂൺസ് ആയാലും ഫുൾ. ഓരോ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആള് ഫുള്ള് ഷോക്കായിട്ടുണ്ട്. പുതിയ यस मैडम, आपने फोटो शूट कहाँ करना है? नहीं ओनली राउंड ओनली राउंड. ओके. तो ब्लूटूथ कनेक्ट करना है? नहीं पाठवाना. हाँ चाहिए कनेक्ट करो तो वो रोड में फिर पार्किंग नहीं कर सकते. ओके ओके. आज की तारीख कौन सर फोटोग्राफ. താങ്ക്സ്. താങ്ക് യു എല്ലാം പാതി ചെയ്ത് ഇന്നലെ എല്ലാം അയച്ചുകൊടുത്തത്ര. കഴിക്കാൻ ടൈം കൊടുക്കുന്നില്ല. തോന്നിട്ട് എന്തുകൂടെ തോപ്പിക്കാൻ ഇവിടെ നേരത്തെ ലാസ്റ്റ് കണ്ടപ്പോഴേ എന്നോട് ആഷിക്കിന് പെണ്ണൊക്കെ വന്നു. നീ വിചാരിച്ചതാ? എന്നോട് പറയാണ്ട് പെണ്ണ് നോക്കോപ്പോ ആലോചിക്കോപ്പോ. അല്ല എന്നോട് ഇവിടെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തോടെ ആയിട്ടുണ്ട്. അപ്പൊ എന്തെന്നായാലും അതെനിക്ക് ഓർമ്മയില്ല.
ഞാൻ ഓർഡർ ആക്കി എത്തിച്ചത് ഇല്ല പക്ഷെ നമ്മളെ എന്തിന് ഔലാസ് പറഞ്ഞിട്ട് ഉണ്ടല്ലോ ഞാൻ പിടിക്കില്ല ശരി എന്നിട്ട് 20 തോന്നുന്നു അപ്പൊ ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന വാങ്ങിക്കാൻ വേണ്ടി നിൽക്കാതിങ്ങ എത്തിയെന്നറിയുന്നില്ല ഞാൻ സത്യം ഇങ്ങനത്തെ ഒരു വണ്ടി ആദ്യം കാണുന്നേട്ടാ അതന്നെ ഞാൻ ഉപ്പ് പറഞ്ഞു ഉപ്പ് വന്ന കറക്റ്റ് ടൈം ആയിരുന്നു നമ്മളെ കൊമ്പെടുക്കാൻ പോലെ ഇത് അപ്പൊ 4ാമത്തെ ഞങ്ങളുടെ വെഡിങ് എന്ന് വെച്ചാൽ സെപ്റ്റംബർ 12 നാളെ ഏകദേശം ടൈമായി Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it is. ഇതിപ്പോഴും റൗണ്ട് അടിക്കാനുണ്ടാവുക വർക്കിലായിരുന്നു അതിന്റെ ഇടയിൽ വന്ന് ഞാൻ കയറി വന്നാണ് സർപ്രൈസ് അടുത്തടുത്തല്ല ഇങ്ങോട്ടേ സർപ്രൈസ് ആക്കോ നോക്കാം ഞാൻ വന്നപ്പോഴാണ് കുക്കിംഗ് അതൊരു ഗ്ലാസ് ഇട്ടത് അത് ഹൈഡ്രജൻ ല്ലേ ഒന്നുമില്ല കുറിച്ചോടാ ഞങ്ങൾ ഇന്നത്തെ രാത്രിയിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് സർപ്രൈസിൽ നല്ല അടിപൊളിയാക്കി കൊടുത്താവ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഞാനും നല്ല ഹാപ്പിയാണ് കാരണം ഞാൻ വിചാരിച്ച പോലെ തന്നെ സർപ്രൈസ് കൊടുക്കാനും കഴിഞ്ഞു